നമസ്കാരം. രണ്ട് ചെറിയ ക്യൂസ് പ്രോഗ്രാമോട് കൂടി ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കാം. ഒന്ന് ഒരല്പം തമാശയാണ്, മറ്റൊന്ന് വളരെ ഗൗരവത്തോടെയുള്ളതാണ്. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ക്യൂസ് പ്രോഗ്രാമിലെ ആദ്യത്തെ തമാശ ചോദ്യമല്ല, ഒരു സംശയമാണ്. ഏതൊരു മലയാള സിനിമയാണ്. ജഗതി ശ്രീകുമാറും മോഹൻലാലുമാണ് കോമ്പിനേഷൻ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പോൾ ഇത്രയും പ്രായമായപ്പോൾ അതൊക്കെ മറന്നുപോയി. ജഗതി ശ്രീകുമാർ എന്തോ കടം ചോദിക്കുകയാണ്, കടമായിട്ടാണെന്ന് തോന്നുന്നു. ഒരു 100 രൂപ ചോദിക്കുന്നു, അപ്പോൾ ഇല്ല എന്ന് പറയുന്നു. ഇടയിൽ ഒരു 50 രൂപ തരുമോ? ഇല്ല, അതുമില്ല. ഒരു 25, രക്ഷയില്ല. ഒരു 10 രൂപ, അതും കൊടുക്കാൻ തയ്യാറല്ല. ആ സീക്വൻസ് ഒക്കെ വളരെ രസകരമായി വന്നിട്ടുണ്ട്. അവസാനം 1 രൂപയെങ്കിലും തരുവോടെ? 1 രൂപ, അതുമില്ല. ഒരു ബീഡിയെങ്കിലും കടം തരുമോ? ഇത് പ്രേക്ഷകർ ഏത് സിനിമയാണെന്ന് ഒന്ന് അറിയിച്ചാൽ ഉപകാരമായിരിക്കും. കാരണം ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ എൽസാത്രി അപകടം എത്തി നിൽക്കുന്നത്. എന്തായിരുന്നു ചോദ്യം? 9,531 കോടി രൂപ വിരട്ടിക്കളഞ്ഞു MSC. 10,000 കപ്പലിന്റെ ഉടമയാണ്. ഒരു കപ്പലിന്റെ വില എത്രയാണെന്ന് അറിയാമോ? 500 മില്യണൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു ആഗോള മുതലാളിയെ കേരള സർക്കാർ വിരട്ടിയ 9,531 കോടി രൂപ അടച്ചില്ലെങ്കിൽ കപ്പൽ പിടിച്ചു വയ്ക്കും. കപ്പൽ മാത്രമല്ല, ഇനി വരാൻ പോണ എല്ലാ കപ്പലുകളെയും പിടിച്ചു വയ്ക്കുമെന്നുള്ള വിരട്ടലാണ് അതിലൂടെ ഞങ്ങൾ നൽകിയത്. എന്താണ് കോടതിയിൽ MSC പറഞ്ഞത് ഇന്നലെ? നയ പൈസ തരത്തില്ല, നയ പൈസ. 9,531 കോടി രൂപയായിരുന്നു സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 1 രൂപ പോലും നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്നാണ് MSC അറിയിച്ചത്. ഇതെല്ലാം റിപ്പോർട്ടറാണ്. സെയിലിംഗ് കമന്ററി ഹൈക്കോടതിയിൽ പോയി റിപ്പോർട്ട് ചെയ്തതല്ല, പലരും അയച്ചു തന്നതിൽ നിന്ന് ഊഹിച്ചല്ല, പലരും അയച്ചു തന്നതിന്റെ ടെക്സ്റ്റാണിത്. 1 രൂപ പോലും കൊടുക്കാൻ MSC തയ്യാറല്ല. ഇതാണ് എനിക്ക് പെട്ടെന്ന് ജഗതി ശ്രീകുമാറിന്റെ അവസ്ഥ ഓർമ്മ വന്നത്. സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങളെ എല്ലാം തള്ളിക്കൊണ്ടായിരുന്നു MSC നഷ്ടപരിഹാര തുക നൽകില്ല എന്നറിയിച്ചത്. എൽസാത്രി കപ്പലപകടം കാരണം സമുദ്ര പരിസ്ഥിതിക്ക് നാശമുണ്ടായിട്ടില്ലെന്നും കേരളം സമർപ്പിച്ചത് അതിശയോക്തി കലർത്തിയ കണക്കാണെന്നും കപ്പൽ കമ്പനി ഹൈക്കോടതിയിൽ വാദിച്ചു. ഇത് സെയിലിംഗ് കമന്ററി ഒരു വക്കീൽ സുഹൃത്തിന്റെ ഒരു IAS ആണെന്ന് തോന്നുന്നു, വക്കീലല്ല IAS സുഹൃത്താണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഈ ഈവന്റ് നടന്ന അന്ന് മുതലുള്ള നാൾ വഴികൾ, ഓരോ കാര്യങ്ങൾ രേഖപ്പെടുത്തി കേസ് ഫയൽ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ക്രെഡിബിലിറ്റി അതിനകത്ത് ഉണ്ടാകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കടലിൽ വന്നിട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ ആ നിമിഷം മുതൽ കടൽ വെള്ളത്തിൽ വന്ന മാറ്റം, അത് രാസപരിശോധനയ്ക്ക് അയക്കുക, പിറ്റേ ദിവസത്തെ അയക്കുക. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ കേസ് നടത്തണ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു വാദം വരുമായിരുന്നു. മലിനീകരണം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ കോടതികൾ എന്താണ് പരിഗണിക്കുക? കോടതിയുടെ മുമ്പിൽ നൽകുന്ന തെളിവുകളാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതിക്ക് വിധി പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ കോടതിയുടെ ജഡ്ജിക്ക് അറിയാം, അദ്ദേഹം പത്രം വായിച്ചിട്ടുണ്ട്, അവിടെ മലിനീകരണം നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു അറിവ് വെച്ചിട്ട് അദ്ദേഹത്തിന് വിധി പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരിന് ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. MSCയുടെ അടുത്ത വാദം വളരെ വളരെ കുഴപ്പം പിടിച്ച നിയമമാണ് അവർ പിടിച്ചിരിക്കുന്നത്. കപ്പൽ അപകടം നടന്നത് രാജ്യ അതിർത്തിക്ക് പുറത്താണ്. അത് സെയിലിംഗ് കമന്ററിക്കും അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. 12 നോട്ടിക്കൽ മൈലാണ് സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധി. 12 നോട്ടിക്കൽ മൈൽ. കപ്പലപകടം നടന്നത് 14.5 നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ്. പിന്നെ ഒരു സാധ്യത ഉണ്ടായിരുന്നത് വീണ്ടും ഒരു 12 നോട്ടിക്കൽ മൈൽ, അത് കണ്ടിഗ്വസ് സോൺ എന്ന് പറയും. അവിടെയും ഈ 24-നകത്ത് രാജ്യത്തിന് അധികാരമുണ്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് അധികാരമുണ്ട് എന്നാണ് സെയിലിംഗ് കമന്ററി കരുതിയിരുന്നത്.
24 പുറത്ത് 200 നോട്ടിക്കൽ മൈല് വരെയുള്ള ഇക്കണോമിക് സോൺ ഉണ്ട്, എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ. അവിടെ നിയമം നിൽക്കില്ല, നിയമപരമായാലും, പക്ഷെ അവകാശമുണ്ട്. നമുക്ക് അവിടെ എക്സ്കവേഷൻ നടത്താം, പര്യവേക്ഷണം നടത്താം. അവിടെയുള്ള സീ ബെഡിലുള്ള ധാതുക്കൾ, പെട്രോളിയം തുടങ്ങിയവയിലെല്ലാം റൈറ്റ് രാജ്യത്തിനും സംസ്ഥാനത്തിനുമാണ്. പക്ഷേ അപകടം നടന്നതിന്റെ അധികാര പരിധി 12 നോട്ടിക്കൽ മൈലായിട്ട് ചുരുങ്ങുകയാണെങ്കിൽ കേരളം കളത്തിന് പുറത്താകും. ഇതിനെക്കുറിച്ച് അന്തിമ അഭിപ്രായം പറയാൻ സെയിലിംഗ് കമന്ററി ആളല്ല. കാരണം 12 നോട്ടിക്കൽ മൈൽ, അത് കഴിഞ്ഞിട്ട് ഒരു 12 നോട്ടിക്കൽ മൈൽ, ഇങ്ങനെ ഒരു 24 നോട്ടിക്കൽ മൈലിന്റെ അധികാര പരിധി ഉണ്ട് എന്നാണ് സെയിലിംഗ് കമന്ററി മനസ്സിലാക്കിയിരുന്നത്. അതില്ലെങ്കിൽ 1 കോടി പോലും കിട്ടത്തില്ല. കടലിൽ ഇന്ധനം കലർന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് നേരത്തെ പറഞ്ഞത്, തെളിവ് ഹാജരാക്കണം കോടതിയുടെ മുമ്പാകെ. ഇന്ധനം കലർന്നതിന് തെളിവില്ല. ഇന്ധന ചോർച്ച മൂലമുള്ള പരിസ്ഥിതി ആഘാതം ചോദ്യം ചെയ്യാൻ സംസ്ഥാനത്തിന് അവകാശമില്ല. അവര് പ്രധാനപ്പെട്ട നിയമപ്രശ്നങ്ങളാണ് പിടിച്ചിരിക്കുന്നത്. ആ നിയമപ്രശ്നമാണ് കോടതി പരിഗണിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നഷ്ടപരിഹാരം എവിടെ പോകുമെന്നറിയാമോ? 9,531 കോടിയുടെ വിലപേശലിൽ ആദ്യം ചോദിക്കാൻ പോകുന്ന ഒരു 9 കോടിയെങ്കിലും ഞങ്ങൾക്ക് തരുമോ? അല്ലേ പോട്ടെ, ഒരു 5 കോടിയെങ്കിലും, മൂന്നാമത്തത് ഒരു 3 കോടിയെങ്കിലും, ഒരു 1 കോടിയെങ്കിലും താടേ എന്ന് പറയുന്ന തരത്തിൽ 9,531 അവസ്ഥ ഇങ്ങനെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളത് ഒരുപാട് കൗതുകകരമായി ഈ കേസ് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അതേ സമയത്ത് അഗിതേത എന്ന് പറയുന്ന കപ്പൽ, എനിക്ക് തോന്നുന്നു 29 ദിവസമായെന്ന് തോന്നുന്നു, നമ്മുടെ പോർട്ടിനെ സംബന്ധിച്ച് ഒരുപാട് അപഖ്യാതികൾ പടരാൻ, പ്രചരിപ്പിക്കുവാൻ ഇത് നിമിത്തമായിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണേണ്ടതാണ്. ഇനി ഇന്നലെ നടന്ന ഒരു സെമിനാർ, ആ സെമിനാറിൽ എനിക്ക് പങ്കെടുക്കണമെന്ന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ വിയോജിപ്പ് അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ പങ്കെടുത്തത്. കേരള സർക്കാരിന്റെ സ്ഥാപനമാണ്, ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. അവരായിരുന്നു സംഘടിപ്പിച്ചത്. പോസ്റ്റ് കോവിഡ് ഡെവലപ്മെന്റ് ചാലഞ്ചസ് ആൻഡ് ദി റെസ്പോൺസ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. ഇതായിരുന്നു മെയിൻ സെമിനാറിന്റെ ടൈറ്റിൽ. അതിനകത്ത് ഞങ്ങളെപ്പോലുള്ളവർക്ക് തന്ന സബ്ജക്ട് ഇൻവെസ്റ്റിംഗ് ഫോർ ദ ഫ്യൂച്ചർ കേരള, വിച്ച് വേ നൗ. കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ എവിടെയാണ് ഇനി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു വിഷയം തന്നപ്പോൾ ഇത് നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് ബോധ്യപ്പെടുത്തണം. കാരണം അവിടെ ഇരിക്കുന്ന പ്രമുഖരായ അക്കാദമീഷ്യന്മാരാണ്, അവരാണല്ലോ ഈ സർക്കാരിനെയൊക്കെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരോട് ഇത് 2024 ബജറ്റിന് മുമ്പായിട്ട് ധനമന്ത്രി പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ ഞാൻ തന്നെ മെത്തനോൾ എന്ന് പറയുന്ന ഒരു ഇന്ധനമാണ് കേരളത്തിനെ ഇനി രക്ഷപ്പെടുത്താൻ പോകുന്നത് ഈ തുറമുഖം വഴി എന്ന് അവതരിപ്പിച്ചു. ഞാൻ ആ ബഡ്ജറ്റിൽ എന്തെങ്കിലും ഒരു ഇത് പഠിക്കാൻ ഒരാൾ കമ്മീഷൻ, ഏകാംഗ കമ്മീഷനെ നിയമിച്ചു എന്നെങ്കിലും പറയുമെന്ന് കരുതി. അങ്ങനെ ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഇതേ ഗിഫ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ തന്നെ വീണ്ടും ഒരു സെമിനാർ സംഘടിപ്പിച്ചപ്പോൾ ഞാൻ ഇതേ ആവശ്യം തന്നെയാണ് ഉന്നയിച്ചത്. എനിക്ക് വേറെ വിഷയമൊന്നുമില്ല. കാരണം തുറമുഖത്തിന് വേണ്ടി 30 കൊല്ലം സംസാരിച്ചതുപോലെ ഇനിയിപ്പോൾ സംസാരിക്കാനുള്ളത് മെത്തനോളിനെ കുറിച്ചാണ്. ഞാൻ അതിലും പറഞ്ഞത് കേരളം ഇനി രക്ഷപ്പെടണമെങ്കിൽ ഒരു മാർഗം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് അടിയന്തരമായി ഏറ്റെടുക്കണം. ആ സെമിനാർ കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. വീണ്ടും ഇൻവെസ്റ്റിംഗ് ഫോർ ദ ഫ്യൂച്ചർ കേരള എന്ന് കേട്ടപ്പോൾ ഇതേ വിഷയം തന്നെ അവതരിപ്പിക്കാൻ കിട്ടുന്ന വേദിയാണ്. പക്ഷേ അവിടെ ഈ പ്രതിഷേധം അറിയിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പങ്കെടുത്തത്. ഞാൻ ആ ചെയർ ചെയ്തിരുന്ന, അധ്യക്ഷൻ വഹിച്ചിരുന്ന ആളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഇറക്കി വിട്ടാലും എനിക്ക് വിരോധമില്ല. കാരണം ഇത്തരം സെമിനാറുകൾ കൊണ്ടൊന്നും പ്രസക്തിയില്ല. അങ്ങനെ അവസാനം അദ്ദേഹം അനുവദിച്ചു, ഇത് അവതരിപ്പിക്കാൻ അനുവദിച്ചു. ഞാൻ ആഗോളതലത്തിൽ വരാൻ പോകുന്ന കോടിക്കണക്കിന് ടൺ മെത്തനോളിന്റെ ആവശ്യം, ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന 60 കപ്പലുകളുടെ എണ്ണം, 2030 വരാൻ പോകുന്ന 350 കപ്പലുകളുടെ എണ്ണം, ചൈന ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്, സിംഗപ്പൂർ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്, നമ്മുടെ ഒരു മലയാളി സുഹൃത്ത് യൂറോപ്പിൽ മെത്തനോൾ സപ്ലൈ ചെയ്യുന്നത്, പിന്നെ ഇവിടെ കൊച്ചിയിൽ ഒരു സിമുലേറ്റർ, മെത്തനോളിന്റെ ഒരു സിമുലേറ്റർ യന്ത്രം അവർ സ്ഥാപിച്ചു. കാരണം മെത്തനോൾ ഇങ്ങനെ അടുത്തടുത്ത് വന്നു തുടങ്ങി. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കേണ്ട വിഷയങ്ങളെല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞു. സമയക്കുറവായിരുന്നു, നിർത്തി. പ്രതികരണമാണ് ഈ റിപ്പോർട്ടിങ്ങിന്റെ കാരണം.
ചെയർമാൻ, ഈ സെഷൻ ചെയർ ചെയ്ത എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം 2 കാര്യമാണ് പറഞ്ഞത് മറുപടിയായിട്ട്. ഒന്ന്, നമ്മുടെ സംസ്ഥാന സർക്കാർ ഗവൺമെന്റ് ഒരു കാര്യം നടത്തണമെങ്കിൽ ഇതിങ്ങനെ പല തട്ടിലൂടെ കടന്ന് വർഷങ്ങളെടുത്ത് ഇത് നടന്നേക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ഇത് നടക്കില്ല, ഇത് അസാധ്യമാണ്, തള്ളിക്കളഞ്ഞില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ നടക്കും എന്നാണ് അടുത്ത 30 വർഷം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം നമ്മുടെ ഈ ശാസ്ത്ര സമൂഹവുമായി, ഒരു വൈസ് ചാൻസലർ തുടങ്ങിയവരുടെ പേരൊക്കെ പറഞ്ഞു. അവരോടൊക്കെ മെത്തനോളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവരൊന്നും അങ്ങനെ ഒരു പ്രോത്സാഹനജനകമായ ഒരു മറുപടി നൽകിയില്ല. ഇത് രണ്ടും തന്നെയാണ് കാരണം. ഒന്ന്, നമ്മുടെ അക്കാദമിക സമൂഹം എന്ന് പറയുന്നത് എന്താണ്? IAS പോലെ മറ്റൊരെണ്ണമാണ്, ഐ ആം സേഫ് പോലെ മറ്റൊരു വിഭാഗമാണ്. കോളേജ് അധ്യാപകർ, സ്കൂൾ അധ്യാപകർ, അല്ലെങ്കിൽ ഗവേഷകർ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, അങ്ങനെ ഒരു വലിയ നിരയുണ്ടല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട അക്കാദമിഷ്യന്മാർ. 55-60 വയസ്സ് വരെ സുഖമായി ജീവിക്കാം, നല്ല ശമ്പളം കിട്ടും, അത് കഴിയുമ്പോൾ അതിനേക്കാൾ നല്ല പെൻഷൻ കിട്ടും. ഇവിടെ എന്തിനാണ് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്? അതിന്റെ വല്ല ആവശ്യമുണ്ടോ? 1-ാം തരം പെൻഷനും കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ശാസ്ത്ര സമൂഹമോ അവരും സുരക്ഷിതരല്ല, ഐ ആം സേഫ് അല്ലേ അവരും. അവർക്കും ഇനി ഇവിടെ മെത്തനോളോ കിത്തനോളോ എത്തനോളോ ഒക്കെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ തലവേദനകൾ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിലും ചില ആളുകൾ കവടിയാറിൽ പട്ടിയും കൊണ്ട് നടക്കാൻ ഇറങ്ങുന്നവർ പറഞ്ഞു, ഈ തുറമുഖമൊക്കെ വന്നാൽ ഞങ്ങൾക്ക് ഈ സുഗമമായി ഇതുപോലെ നടക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? സാറിന് കിട്ടുന്ന മാസം കിട്ടുന്ന പെൻഷന്റെ പകുതി ഇവിടെയുള്ള എല്ലാ ചെറുപ്പക്കാർക്കും കൊടുത്താൽ മതി. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ വീതിച്ചല്ല, ഓരോരുത്തർക്ക് സാറിന് കിട്ടുന്നതിന്റെ പകുതി വരുമാനമായിട്ട് ഓരോ ചെറുപ്പക്കാർക്കും കൊടുക്കാമെങ്കിൽ നമുക്ക് തുറമുഖം വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഈ ഗവേഷകരും ഈ അക്കാദമിക സമൂഹവുമാണ് ഈ സർക്കാരിനെ വഴിതെറ്റിക്കുന്നത്. കാരണം ഇവരുടെ ഉപദേശം കേട്ടുകൊണ്ടാണല്ലോ സർക്കാർ പ്രവർത്തിക്കുന്നത്. അപ്പോ ഇത് വേണ്ട എന്ന ഉപദേശകരും പ്ലാനിംഗ് വിദഗ്ധരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്കിതിനകത്തൊരു താല്പര്യമില്ല. എനിക്കൊരു സംശയം തിരിച്ചു ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങളിത് എപ്പോഴെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു മകന് എപ്പോഴെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയോ? 50 വയസ്സിലൊരു ജോലി കിട്ടിയാൽ മതിയോ എന്ന് ചോദിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല, സമയം കിട്ടിയില്ല. പെട്ടെന്ന് സെഷൻ വൈൻഡപ്പ് ചെയ്തു. ഇവിടെ ചൈന 2.5 ലക്ഷം ടണ്ണാണ് അവർ ടാർഗറ്റ് ചെയ്ത് ഉൽപാദനം തുടങ്ങാൻ പോകുന്നത്. കരാറായി കഴിഞ്ഞു. സിംഗപ്പൂർ അവരുടെ 13 കമ്പനികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഡിസംബർ മുതൽ സപ്ലൈ തുടങ്ങാൻ പോവുകയാണ്. അവിടെ ഇരിക്കുന്നവർ മനുഷ്യരില്ലേ? അവിടെയും അക്കാദമിഷ്യന്മാരില്ലേ? അവിടെയും അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പില്ല. അവരെന്താണ് എപ്പോഴെങ്കിലും തുടങ്ങാം എന്നെന്താണ് അവർ തീരുമാനിക്കാത്തത്? അപ്പൊ നമ്മുടെ ഈ പറയുന്ന ഉപദേശക വൃന്ദമാണ് ഈ നാടിന്റെ ശാപം. ഇനി കപ്പലുകൾ ഏതെങ്കിലും വന്നു പോയോ എന്ന് നോക്കുന്നതിന് മുമ്പ് ഗൗരവമുള്ള ഒരു ക്യൂസ്. ഈ മാസം നമ്മുടെ തുറമുഖം ഒരു അതിഗംഭീര മൈൽ സ്റ്റോൺ പിന്നിടും. എന്തായിരിക്കും അത്? സൈനിങ് ഓഫ്, ഇലിയാസ് ജോൺ.